എരിപൊരി ആക്രാന്തം. എല്ലുമുറിയെ പണിതൊരു കഥയുണ്ടേ, മുണ്ടുമുറുക്കി പണിതൊരു കഥയുണ്ടേ. എല്ലുമുറിയെ പണിതൊരു കഥയുണ്ടേ, മുണ്ടുമുറുക്കി പണിതൊരു കഥയുണ്ടേ. അക്കഥയുണ്ണാതങ്ങു നടക്കും മടിയനൊരാക്രാന്തം, ചെളിപുരളാത്തൊരു കതറുകയറ്റാൻ എരിപൊരിയാക്രാന്തം. എരിപൊരിയാക്രാന്തം. ഹലോ ഹലോ അല്ലപ്പ ഒരു ചായ ഞമ്മക്കും തരണ്ട. ചായ താപ്പ പൈസ തരൂലേ? ഇത് വില്ലേജ് ഓഫീസാ. വില്ലേജ് ചായ കൊണ്ടിട്ടു. ഓ വില്ലേജ് ഓഫീസാ? ഞാൻ വിചാരിച്ച ചായക്കടയാന്ന്. നിങ്ങൾ സുയിപ്പാക്കല്ലപ്പ, ഒരു ചായ തരാ, പൈസ തരൂലേ? സുരേന്ദ്രൻ ഒരു ചായ കൊടുത്തേ. കടിയെന്നാ സുരേന്ദ്ര ഇല്ലേ? പഴംപൊരിച്ചുണ്ട്, ഉണ്ടക്കായി ഉണ്ട്, പരിപ്പാടി ഉണ്ട്. നമുക്കിതൊന്നും പറ്റില്ല. നിങ്ങൾ പൊറോട്ട ഇട്ടോ? അല്ല സുരേന്ദ്ര, നമുക്ക് ഉച്ചക്ക് ചോറും വേണം. കാരണം വൈകുന്നേരം ചിലപ്പോ 4 മണിയാകും തോന്നുന്നു പോവാൻ. നിങ്ങൾ നാളെ വാ, നിങ്ങൾ നാളെ ഓഫീസിലേക്ക് വാ, എന്നിട്ട് കാര്യങ്ങൾ സംസാരിക്കാം. നികുതി അടക്കണം, അതൊന്ന് പിന്നെ അളക്കണം. നിങ്ങൊന്ന് പുറത്തിരിക്കുന്നു. എത്ര സമയമായി പറഞ്ഞ്? ഞാൻ പിന്നെ വിളിച്ചോളാം. ഇത് ഞാനിപ്പോ ഇവിടെ പറഞ്ഞ ഇവിടെ ഒരാളുണ്ടായിരുന്നു. അതെ, നിങ്ങൾ അവിടെ പോ. ഞാൻ വിളിക്കാം നിങ്ങളാ. സംസാരിച്ചോ? എന്തെന്നപ്പാ ഇത്? ഓക്കെ 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 ഓക്കെ. എന്നാ പിന്നെ അങ്ങനെ ചെയ്യാം നമുക്ക്. നിങ്ങൾ നാളെ വാ. ഓക്കെ, നിങ്ങൾ പോ. പറഞ്ഞോ, ഞാൻ ഇവിടെ ഇരുന്നോളാം. നാളെ ഒരു 11 മണിക്ക് വാ. ഓ
ഓക്കെ ഓക്കെ നിങ്ങൾ അതന്നെ ഞാൻ പറഞ്ഞത്. അമ്മയുടെ ഇരുന്നോളാ, നിങ്ങൾ സംസാരിച്ചോ. നിങ്ങൾ പ്രശ്നം എന്തേ? ഒന്നുമില്ല, ഞാൻ സംസാരിച്ചോളാം. സാറോട് സംസാരിക്കാൻ ഓഫീസർ നിങ്ങൾ വിളിക്കുന്നു. സാറ് പണി നിങ്ങൾ വിളിക്കും നിങ്ങൾ പുറത്തേക്ക്. ഞാനിവിടെ ഇരുന്നോളാം. എല്ലാന്നേ അല്ല, സാറിന് ഒരുപാട് പണിയുണ്ട്. സാറ് നിങ്ങളെ ഫയൽ നോക്കും. ഇപ്പൊ നിങ്ങൾ പുറത്തിരുന്ന് സാറ് നിങ്ങൾ വിളിക്കും. നിങ്ങൾ വിളിക്കും. നിങ്ങൾ ആടെ ഇരിക്കും. അല്ല, ഇവിടെ ഇരിക്കുന്ന ആടെ ഇരിക്കുന്നത് സെയിമല്ലേ? അല്ല, നിങ്ങൾ അങ്ങനെ സാറിന് ഒരുപാട് പണിയുണ്ട്. നിങ്ങൾ എണീച്ചിട്ട് പുറത്തിരിക്കും. ഓഫീസർ നോക്കും, തിരക്കില്ലോണ്ടാണ്. അല്ല, ഞാൻ ശരിയാക്കാം. നിങ്ങൾ എന്റെ ഫയൽ ആയിക്കോട്ടെ. എണീച്ച് നിങ്ങൾ പുറത്തിരിക്കാൻ നിങ്ങൾ കസേര നിങ്ങൾ കസേര വെക്ക്. നിങ്ങൾ ഇങ്ങനെ പറഞ്ഞേ, നിങ്ങൾക്ക് ഇവിടെ വെച്ചേ. ഇവിടെ എന്ത് സമയത്തല്ലോ ഞാൻ വീട്ടിൽ ഇരുന്നോളാന്ന്. നീ ഇപ്പൊ വന്നതല്ലേപ്പാ? ഞാൻ രാവിലെ 10 മണിക്ക് വന്നു. എന്റെ കാര്യം ശരിയായപ്പോ മൊയ്തുക്ക വരുന്നവർക്ക് ഇരിക്കാൻ ആളെ പുറത്ത് വെച്ചിട്ടുണ്ട്. ആടെ പോയി ഇരിക്കും. അല്ലാന്ന് നമ്മ ഇവിടെ ഇരുന്നോളാം. നിങ്ങൾക്ക് എന്ത് കുഴപ്പമെന്ന്? നമ്മ ഇവിടെ ഇറങ്ങാണ്ട് ഇരുന്നോളാന്ന്. അത് ഓഫീസറെ കാണാൻ വരുന്നവരിക്കുന്ന കസേരയാണ്. അല്ല സാറേ, നമ്മ ഓഫീസർ കാണാനല്ലേ വന്നിനി. നമ്മ ഇവിടെ ഇരുന്നോളാം. നമ്മക്ക് പിന്നെ നടുവേദനയായിട്ട് ബെഞ്ചും ബന്ധി ഇരിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് നമ്മ ഇവിടെ തന്നെ ഇരിക്കുന്നത്. വാച്ച് നോക്കുന്നുണ്ട്. നമസ്കാരം സർ. ഇന്ന് എൻ്റെ സുന്ദരിയും വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു. അതുകൊണ്ട് കുറച്ച് വൈകി. ഒരു ലഡു. രണ്ടാളും ഒരു 100 കൊല്ലം ചെയ്തു. അതൊന്നും വേണ്ട സർ, ഞങ്ങൾക്കൊരു 10-20 കൊല്ലം കിട്ടിയാൽ മതി. എന്റെ വകയിൽ ഇന്ന് എല്ലാവരും ബിരിയാണി. ബിരിയാണി മാത്രം പോരാ, സാറിൻ്റെ ഒരു പാട്ടും കൂടെ വേണം. പാട്ടാ? എന്റെ വകയില? എന്റെ വകയിൽ പാട്ടാ? ഓ, നിങ്ങൾക്ക് 11:30 വന്നാൽ മതിയായിരിക്കും അല്ലേ? നീ ആരാ ചോദിക്കാൻ? ഇന്ന് എൻ്റെ വെഡിങ് ആനിവേഴ്സറി ആണ്. ഒരു ലഡു വയ്ക്കുക. ആയിക്കോട്ടെ, ബാക്കിയെല്ലാം നോക്കാം നമുക്ക്. ഓക്കെ, എൻ്റെ വെഡിങ് ആനിവേഴ്സറി ആണ്. ഒരു ലഡു കഴിക്കുക. ചിലപ്പോ വെഡിങ് ആനിവേഴ്സറി ആണ്. ശങ്കര രണ്ട് മിനിറ്റ് പുറത്ത് വെക്കോ. ഞാൻ ഇപ്പൊ ശരിയാക്കാം. ചെറിയൊരു ശങ്കര അല്ലപ്പ ഇത് വില്ലേജ് ഓഫീസാ ക്ലബ്ബാ? എല്ലാവർക്കും ലഡു കിട്ടി, നിങ്ങൾക്ക് കിട്ടിയില്ല. നമ്മക്ക് ഇങ്ങനെ ലഡുവും വേണ്ട കിടുവും വേണ്ട. നമ്മളെ കടലാസൊന്നും പോയി ശരിയാക്കി തന്നാ വേണ്ടാന്ന്. നമുക്ക് വേണ്ട.
അല്ല അപ്പൊ നിങ്ങൾ ഹോട്ടലുകാരനല്ലേ പിന്നെ ഇവിടെ വന്നിരിക്കുന്നത്? അല്ലപ്പാ ഞാൻ ഇവിടുത്തെ ജീവനക്കാരനല്ലേ. അപ്പൊ നിങ്ങൾക്ക് കുറെ പ്രായമായല്ലോ, നിങ്ങൾക്ക് റിട്ടയർഡ് ഒന്നും ആയിട്ടില്ല. അപ്പൊ എനിക്ക് 70 വയസ്സ് വരെ ജോലി എടുക്കാം. അങ്ങനെ ഒരു നിയമമുണ്ടോ? ആ ഞാൻ PTS അല്ലേ, പറഞ്ഞാല് പാർട്ട് ടൈം സ്റ്റാഫ്. ഓ, പാർട്ട് ടൈം സൂപ്പർ അല്ലേ? അങ്ങനെ ചില വിവരം കിട്ടവരൊക്കെ പറയുന്നുണ്ട്, അതൊന്നും കാര്യാക്കണ്ടെന്ന്. അങ്ങനെയാ? അല്ല സർ, നമുക്കൊന്ന് കക്കൂസ് പോണല്ലേ? ഇവിടെ കക്കൂസില്ലല്ലോപ്പാ. കക്കൂസ് അപ്പൊ നിങ്ങളെ അവിടെ പോന്നു? അത് നമുക്ക് മാത്രമേ, ജീവനക്കാർക്ക് കുറച്ചില്ല ഒരു ചെറിയ കക്കൂസ്. അപ്പൊ നമ്മ ജീവൻ ഇല്ലാത്തപ്പ്യ? അല്ല, അത് പുറത്തില്ലാതെ ഉപയോഗിക്കില്ല സാധാരണ. പിന്നെ നമുക്ക് മുട്ട എന്താക്കല്? മുറ്റ അപ്പുറത്തോടെ ബസ് സ്റ്റാൻഡോ ആടെയും പോയിട്ട്, അല്ലെങ്കിൽ നമ്മ ഇവിടെ ഇരിക്കും. അല്ല, ബസ് സ്റ്റാൻഡ് കുറച്ചപ്പുറത്ത് ബസ് സ്റ്റാൻഡില്ല, ആടെയും പോയി കൂടെ? അതൊന്നും പറ്റില്ല, നമുക്ക് ഇല്ലൊക്കെ ഇവിടെ ഇരിക്കും ഞമ്മ. എന്നാ അപ്പുറത്തൊരു ഹോട്ടലുണ്ട്, ഹോട്ടലിൽ 2 ചായ എല്ലാം കുടിച്ചില്ല. അത് പറ്റില്ല, ഇവിടെ സൗകര്യം ഇല്ല. പിന്നത്തെ അത് ഈട് തന്നെ പോകണമെന്ന് ഇപ്പൊ നിങ്ങൾ അതിനാ വീടത്തേക്ക് വന്നിട്ട് രാവിലെ തന്നെ? ഈടെ നമുക്ക് ജീവനക്കാർക്ക് മാത്രമില്ലല്ലോ, നിങ്ങൾ പുറത്തില്ല ആൾ വന്നിട്ട് വൃത്തിയാടാക്കിയിട്ട് പോയാൽ നമ്മതാക്കി. അത് നിങ്ങൾക്ക് എന്താ കൊമ്പുണ്ടാ? കൊമ്പുണ്ടോ? ആ ജീവനക്കാർക്ക് വീട് ഇങ്ങോട്ട് വന്നിനി? എന്തിനു വന്നിനി? വീട് എന്തിനാണ് ഇത്ര ഇരുത്തിയിരുന്ന? എന്തിനു വന്നിനെന്തിനി? ഇത്ര ഇരുത്തിയിരുന്ന വില്ലേജ് ഓഫീസോട് ചോദിക്കി. ഈ മണിക്കൂർ നമ്മ ഇവിടെ ഇരുന്നില്ലേ? അവരെ കക്കൂസ് പോകണം. കക്കൂസ് പോകാനാ ഇങ്ങോട്ട് വന്നിനി? ആ കക്കൂസ് പോകാനാ ഇപ്പൊ മുട്ടുന്നത് ഇല്ലൊക്കെ ഇവിടെ ഇരിക്കും നമ്മ. രാവിലെ മെനക്കെടുത്താൻ വേണ്ടിട്ട് ഞമ്മന്റെ കൺട്രോളിന്ന് പോയി പറഞ്ഞിട്ട് പിന്നെ കാര്യമില്ല. സുരേന്ദ്രട്ടാ, ഒന്ന് ചാവി എടുത്ത് കൊടുത്തേ. എവിടെയെങ്കിലും പോട്ട് പോട്ട്. താക്കോലിതാ, ഒരു സൈഡിലെ പോയിക്കോട്ടാ. അപ്പൊ ഈ വില്ലേജ് ഓഫീസിലെ കക്കൂസ് എല്ലാവർക്കും ഉപയോഗിക്കാം അല്ലേ? എന്തൊരു സുഖം! ഇതാണ് പറഞ്ഞത്, ഏത് കേസും വൈകിപ്പിച്ചു കഴിഞ്ഞാൽ അത് നാട്ടക്കേസാവും. ഞാനും മൊയ്തും നികുതി അടക്കാൻ വന്നതാണ്. വന്നപ്പോഴേ നമ്മളെ നികുതി അടച്ചിട്ട് നമ്മളെ വീട്ടിലുണ്ടോക്കിലോ. ഞാൻ അടച്ച ഈ നികുതി ഇപ്പൊ അടക്കണ്ടായിരുന്നു. എല്ലുമുറിയെ പണിതൊരു കഥയുണ്ടേ, മുണ്ടുമുറുക്കി പണിതൊരു കഥയുണ്ടേ. എല്ലുമുറിയെ പണിതൊരു കഥയുണ്ടേ, മുണ്ടുമുറുക്കി പണിതൊരു കഥയുണ്ടേ. അക്കഥയുണ്ണാതങ്ങു നടക്കും മടിയനൊരാക്രാന്തം, ചെളിപുരളാത്തൊരു കതറുകയറ്റാൻ എരിപൊരിയാക്രാന്തം. എരിപൊരിയാക്രാന്തം.